V4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ FC. വളരെ മികച്ച മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. വളരെ നന്നായി തന്നെ ബാംഗ്ലൂരിനെ വിറപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ മത്സരം നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല. 2-2 ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത്. എങ്കിലും നമുക്ക് ബാംഗ്ലൂരിനെ ഒന്ന് വിറപ്പിക്കാൻ സാധിച്ചു. ടേബിൾ ടോപ്പേഴ്സിനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ, ഇന്നത്തെ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചത്. ആദ്യ പകുതിയിൽ തുടക്കത്തെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പെനാൽറ്റി നേടുകയുണ്ടായി. വളരെ വിദഗ്ധമായി മുഹമ്മദ് റാക്കിബ് കൊടുത്ത ഒരു ക്രോസിൽ നിന്നാണ് അവരുടെ പ്ലെയർ കീൻ ലൂയിസിൻ്റെ കയ്യിൽ തട്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തത്. വളരെ വിദഗ്ധമായി തന്നെ സ്ലാവിസിയ സ്റ്റോയ്നോവിച്ച് അത് വലയിലെത്തിക്കുകയും ചെയ്തു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് ലീഡ് നേടി. പിന്നീട് അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. വളരെ മികച്ച ആക്രമണങ്ങളും കൗണ്ടർ അറ്റാക്കിങ്, വളരെ മികച്ച പാസിങ്ങും നല്ല കോർഡിനേഷനുള്ള കളിയാണ് ഫസ്റ്റ് ഹാഫിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ നന്നായി തന്നെ എല്ലാ പ്ലേയേഴ്സും കളിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. ആദ്യ പകുതിയിൽ നമുക്കറിയാം, എടുത്തു പറയേണ്ട പ്രകടനം സെമിൻ ലണ്ടനിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പിന്നെ മത്തേജ് നല്ല പ്രകടനം കാഴ്ചവെച്ചു. സ്റ്റോയ്നോവിച്ച് വളരെ നന്നായി കളിച്ചു. പിന്നെ മിഡ്ഫീൽഡിൽ സഹൽ അബ്ദുൾ സമദും ആസ് യൂഷ്വൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ മികച്ച പ്രകടനങ്ങൾ നിരവധി അധികം നമുക്ക് കാണാൻ സാധിച്ചു. സോ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ 2 ഗോളുകൾ കൺസീഡ് ചെയ്തത്. അത് ശരിക്കും നമുക്ക് ഒഴിച്ചു നിർത്തായിരുന്നു ആ 2 ഗോളുകൾ. അതൊരു സിമ്പിൾ മിസ്റ്റേക്ക് ആയിരുന്നു. നമുക്കറിയാം, സുനിൽ ഛത്രിൻ്റെ ആ ഏരിയയിൽ നിന്നാണ് 2 ഗോളുകളും വന്നത്. അത് ക്ഷമിക്കണം, സെക്കൻഡ് ഹാഫ് കിടക്കുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഗോളിനെ പറ്റി പറഞ്ഞില്ല. രണ്ടാമത്തെ ഗോള് കറേജ് പെക്കുസനാണ് നേടിയത്. ഒരു 40 വാര അകലിൽ നിന്ന് ഒരു സൂപ്പർ ലോങ് റേഞ്ച് ഗോൾ തന്നെയാണ് കറേജ് പെക്കുസൻ നേടിയത്. വളരെ മികച്ച ഗോൾ, മാച്ചിലെ ഏറ്റവും ഭംഗിയുള്ള ഗോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഗോളിനെ വിശേഷിപ്പിക്കാം. വളരെ മികച്ച ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി വളരെ മികച്ച ഒരു ഷോട്ട് തന്നെയാണ് കറേജ് പെക്കുസൻ അടിച്ചത്. വളരെ നന്നായി തന്നെ അത് പോസ്റ്റിലേക്ക് കയറുകയും ചെയ്തു. ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ആ ഗോൾ. സോ ആ ഗോളിനെ ഞാൻ വിട്ടുപോയി. എനിവേ ആ ഗോൾ തന്നെയായിരുന്നു മാച്ചിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ വരികയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു കൊടുത്തത് തുടങ്ങാം. സുനിൽ ഛത്രിയുടെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മീൻസ് 2 ഗോളുകളും വന്നത്. അതായത് സുനിൽ ഛത്രിയെ മാർക്ക് ചെയ്തിരുന്നത് മുഹമ്മദ് റാക്കിബാണ്. മുഹമ്മദ് റാക്കിബിൻ്റെ ഉയരക്കുറവ് കാരണമായിരിക്കാം സുനിൽ ഛത്രിക്ക് പല ഹെഡുകളും ഓവർ ഹെഡ് പാസുകളും വളരെ മികച്ച രീതിയിൽ ക്രോസായിട്ടും ഗോളായിട്ടും ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. സോ അവിടെ സന്ദേശ് ജിങ്കൻ ആയിരുന്നുവെങ്കിൽ എൻ്റെ ഒപ്പീനിയനാണ്, നമുക്കിന്ന് ആ 2 ഗോളുകൾ വരത്തില്ലായിരുന്നു. എങ്കിലും സന്ദേശ് ജിങ്കൻ പതിവ് പോലെ തന്നെ വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ കോച്ചിൻ്റെ ടാക്ടിക്സിൽ ഉണ്ടായൊരു പിഴവ് മൂലമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഡ്രോയിൽ മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നത്. നമുക്കറിയാം, കോച്ച് കൂടുതൽ ഡിഫൻഡേഴ്സിനെയാണ് പിന്നെ ഇറക്കിയത്. സിറിൽ കാളിയെ ഇറക്കി, ക്രിച്ച് മനോവിച്ചിനെ ഇറക്കി, പിന്നെ അബ്ദുൾ ഹക്കൂനെ അവസാനം ഇറക്കി. സോ ഈ 3 സബ്സ്റ്റിറ്റ്യൂഷന് നമുക്ക് മനസ്സിലാക്കാം 2-0 ലീഡുമായി രണ്ടാം പകുതിയിൽ കളി അവസാനിപ്പിക്കാനാണ് കോച്ച് വിചാരിച്ചത്. പക്ഷേ ബാംഗ്ലൂരു അതിന് വിപരീതമായി ഫുൾ അറ്റാക്കിങ്ങിനാണ് അവർ ഉതിർന്നത്. നമുക്കറിയാം, സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ പൊസിഷൻ ഫുള്ളും പോയത്. മാച്ച് സ്റ്റാറ്റ് ഞാൻ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും പൊസിഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫൗളുകൾ ഒത്തിരി അധികം ഉണ്ടായിരുന്നു. നിരവധി യെല്ലോ കാർഡുകളും കണ്ട മത്സരമായിരുന്നു ഇന്നത്തേത്. അല്പം പരുക്കനായിട്ടുള്ള ഒരു മത്സരം. എല്ലാം ഒരു ഡെർബി ഫീൽ തന്നെ ഇന്നത്തെ മത്സരം തന്നു. അത് ഫൗൾ കൊണ്ടായാലും കളി കൊണ്ടായാലും ആദ്യ പകുതി കേരളം നന്നായി കളിക്കുന്നു, സെക്കൻഡ് ഹാഫിൽ ബാംഗ്ലൂർ നന്നായി കളിക്കുന്നു. ശരിക്കും ഒരു സദേൺ ഡെർബി, വളരെ ഉജ്ജ്വലമായ മത്സരം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.